സമ്പന്നമായ കാർഷിക പൈതൃകത്തിന് പേരുകേട്ടൊരിടമാണ് പാലക്കാട്. മഴയും കാറ്റും വെയിലും ഫലഭൂയിഷ്ഠമായ മണ്ണും പാലക്കാടിനെ കൃഷിക്ക് അനുയോജ്യമായ ഒരു സ്ഥലമാക്കി മാറ്റി. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഇവിടുത്തെ നെൽകൃഷി. പുഴയ്ക്കൽ റോഡ് ചേരുന്നിടത്ത് 5 മിനിറ്റ് യാത്ര ചെയ്താൽ തിരുനെല്ലായി ബ്രിഡ്ജിലെത്താൻ കഴിയും. വലിയൊരു ബ്രിഡ്ജാണിത്. ഈ ബ്രിഡ്ജിനടിയിലൂടെ തിരുനെല്ലായി പുഴ ഒഴുകുന്നുണ്ട്. പാലക്കാട്ടേക്ക് യാത്ര ചെയ്ത എല്ലാവരും യാക്കര പാലം ശ്രദ്ധിച്ചു കാണും. അതേ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച മറ്റൊരു പാലമാണ് ഈ തിരുനെല്ലായി പാലം. ഈ പാലം അത്ര ഉയരത്തിലല്ല നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 4-5 വർഷങ്ങൾക്ക് മുൻപ് വെള്ളം നല്ല രീതിയിൽ ഉയർന്ന് വെള്ളപ്പൊക്കം വന്നിരുന്നു. അന്ന് ഈ പാലം വെള്ളത്തിനടിയിലായിരുന്നു. വെള്ളം കുറയുന്ന ഈ വേനൽക്കാലത്ത് ഈ പുഴ ഈ നാട്ടിലെ ജനങ്ങൾക്കും ഇവിടുത്തെ കൃഷിയിടങ്ങൾക്കും ഒരു അനുഗ്രഹം തന്നെയാണ്. പലപ്പോഴും ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്, തനതായ കേരളത്തിനെ അടുത്തറിയാനുള്ള എല്ലാ കാഴ്ചകളും ഈ വഴിയിലുണ്ട്. ടൂറിസ്റ്റ് സ്പോട്ട് അല്ലെങ്കിലും കേരളത്തിനെ അടുത്തറിയാൻ, കേരളത്തിൻ്റെ ജീവിത രീതികളെ അടുത്തറിയാൻ ഇതുപോലുള്ള വഴികളിലൂടെയുള്ള യാത്ര ഉറപ്പായും ഉപകാരപ്പെടും. പല ടൂറിസ്റ്റുകളും ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നതും ആ നാടിനെയും ആ നാടിൻ്റെ ജീവിത രീതിയെയും അടുത്തറിയാൻ വേണ്ടിയിട്ടാണ്. ഈ കാഴ്ചകളെല്ലാം കണ്ട് ഇളം കാറ്റും കൊണ്ട് നെൽപ്പാടങ്ങൾക്കിടയിലൂടെ ചെറിയ ഗ്രാമവഴികളിലൂടെ പോകുമ്പോൾ കിട്ടുന്ന പ്രത്യേക സുഖമുണ്ട്. പച്ച പുതച്ച ഈ നെൽപ്പാടങ്ങളുടെ കാഴ്ച ഒരിക്കലും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റില്ല. കണ്ണിനെപ്പോഴും കുളിർമയേകുന്ന കാഴ്ചയായത്. എത്ര കണ്ടാലും മതിവരില്ല. പച്ചപ്പ് പുതച്ച ഈ നെൽപ്പാടങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ മനസ്സിൽ കൊണ്ടുവരാൻ കഴിയും. ആ ഓർമ്മകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഈ വയലുകൾ ഒരു കാരണമാവുന്നുണ്ട്. തിരുനെല്ലായി ബ്രിഡ്ജ് കഴിഞ്ഞതും ഇടത്തോട്ടൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ പോയാൽ തിരുനെല്ലായി ഗ്രാമത്തിലെത്താൻ കഴിയും. അഗ്രഹാരങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുക. അഗ്രഹാരങ്ങൾ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾക്ക് മനസ്സിൽ തെളിഞ്ഞു വരുന്നത് കൽപ്പാത്തി ഗ്രാമമാണ്. പാലക്കാട് ജില്ലയിൽ ഗ്രാമങ്ങൾ സഞ്ചരിച്ചാൽ അവിടെയെല്ലാം ഇതുപോലുള്ള അഗ്രഹാരങ്ങൾ കാണാൻ കഴിയും. കണ്ണാടി പുഴയുടെ തീരത്താണ് ഈ തിരുനെല്ലായി അഗ്രഹാരം സ്ഥിതി ചെയ്യുന്നത്. നിശബ്ദമായ അന്തരീക്ഷവും ചിട്ടയായ ജീവിത രീതികളും ഈ അഗ്രഹാരത്തിൽ വന്നാൽ കാണാൻ കഴിയുക. അഗ്രഹാരങ്ങൾക്കിടയിലൂടെ കുറേ ദൂരം മുന്നോട്ട് വന്നപ്പോൾ ഈ കാഴ്ച കാണാൻ കഴിഞ്ഞു. തിരുനെല്ലായി പുഴയിലേക്കുള്ള പടികൾ ഇവിടെയുണ്ട്. അതുവഴി നടന്നു പോയാൽ പുഴയുടെ അടുത്തെത്താൻ കഴിയും. വേനലായതുകൊണ്ട് വെള്ളം കുറച്ച് കുറവാണ്. മഴക്കാലത്ത് വെള്ളം നന്നായി കയറി വരുന്ന സ്ഥലമാണ്. ഈ പടികൾ കടന്ന് കുറച്ച് മുന്നോട്ട് നടന്നാൽ വെള്ളത്തിൻ്റെ അടുത്തെത്താൻ കഴിയും. പുഴയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് വേനലാണേലും ഇവിടുത്തെ വൃക്ഷങ്ങളും ചെടികളും പച്ച പുതച്ച് നിൽക്കുന്നുണ്ട്. തിരുനെല്ലായി പുഴ, കണ്ണാടി പുഴ എന്നീ പേരുകളിൽ ഇവിടുത്തെ നാട്ടുകാർ ഈ പുഴയെ വിളിക്കാറുണ്ട്. വേനലാണേലും ഇവിടെ ചെറിയ തണുപ്പുണ്ട്. വേനൽക്കാലത്ത് ചൂടിന് പേരുകേട്ട സ്ഥലമാണ് പാലക്കാട്. പക്ഷേ ഈ പുഴയുടെ സാന്നിധ്യവും പുഴയുടെ തീരത്തുള്ള വൻ വൃക്ഷങ്ങളും കാരണം നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ആനമലയിൽ നിന്ന് ഉദ്ഭവിച്ച ചിറ്റൂരിലൂടെ ഒഴുകി വരുന്ന ശോകനാശിനി പുഴ തന്നെയാണ് ഇതും. യാക്കര പുഴ, കണ്ണാടി പുഴ എന്ന പേരിലെല്ലാം ഈ പുഴയെ വിളിക്കാറുണ്ട്. കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയാൽ ഇത് പറളി പുഴയായി മാറും. പിന്നീട് ഭാരതപ്പുഴയിലേക്ക് ചേരും. ഗൂഗിൾ മാപ്പിൽ എടുത്തു നോക്കിയാൽ ഈ പുഴയെല്ലാം ഒരേ പേരിലാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ പ്രശസ്തമായ ഭാരതപ്പുഴ എന്ന പേരിൽ. പാലക്കാട് ടൗണിനടുത്ത് തന്നെ ഇതുപോലെ ശാന്തസുന്ദരമായ ഒരു ഗ്രാമമുണ്ടെന്ന് പലർക്കും വിശ്വസിക്കാൻ കഴിയില്ല. അതുതന്നെയാണ് പാലക്കാട് ജില്ലയുടെ പ്രത്യേകത. തനതായ കേരളീയ ഗ്രാമഭംഗി തന്നെയാണ്. ഇവിടെ ടൗണിൽ നിന്ന് കുറേ ദൂരം സഞ്ചരിക്കേണ്ടതായില്ല. 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഗ്രാമങ്ങളിലെ തനതായ കാഴ്ചകൾ കാണാൻ കഴിയും. പച്ചപ്പരവതാനി വിരിച്ച പോലുള്ള നെൽപ്പാടങ്ങളുടെ ഭംഗി തേടി വിനോദസഞ്ചാരികൾ പാലക്കാട്ടേക്ക് വന്നു തുടങ്ങി. പാലക്കാടൻ ഗ്രാമജീവിതവും ഗ്രാമക്കാഴ്ചകളും തേടിയാണ് കൂടുതൽ വിനോദസഞ്ചാരികൾ ഇപ്പോൾ ഈ നാട്ടിലേക്ക് വന്നെത്തുന്നത്. പാലക്കാട് ടൗണിൽ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് തിരുനെല്ലായി. തിരുനെല്ലായിലേക്ക് പോവാൻ കുറേ വഴികളുണ്ട്. ഞാൻ തിരഞ്ഞെടുത്ത വഴി കണ്ണാടി കാഴ്ചപ്പറമ്പിലൂടെയുള്ള വഴിയാണ്. പാലക്കാടൻ നെൽപ്പാടങ്ങളുടെ ഭംഗി ആസ്വദിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ടൗണിനടുത്തായുള്ള ഈ സ്ഥലം പരിഗണിക്കാം.